ക്രിസ്തുവിൽ അത്ര സ്നേഹം നിറഞ്ഞവരെ, പെന്തക്കോസ്ത തിരുനാളിന്റെ സഭയുടെ ജന്മദിനത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും ഏവർക്കും നേർന്നുകൊള്ളുന്നു. പെന്തക്കോസ്ത തിരുനാൾ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന സ്നേഹത്തിന്റെ ഭാഷയ്ക്ക് അതിർവരമ്പുകളില്ല. എല്ലാ ഭിന്നതകളെയും ഇല്ലാതാക്കി ബന്ധിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്നതാണ്. സ്നേഹമില്ലെങ്കിൽ ഒരു ഭാഷ സംസാരിക്കുന്നവർ ആണെ പോലും പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവാൽ ഉത്ബോധിതമായ സ്നേഹത്തിന്റെ ഭാഷയ്ക്ക് ഏത് ഭാഷ സംസാരിക്കുന്നവരെയും പരസ്പരം മനസ്സിലാക്കുവാനും ഒരുമിച്ച് നിർത്തുവാനും സാധിക്കും. തിരുസഭ മാതാവ് ഇന്നത്തെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ഈശോ പറയുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. യേശു നമുക്ക് നൽകുന്ന ക്ഷണം ലോകത്തിന് നൽകാൻ കഴിയാത്ത ഒന്നാണ്. നമ്മുടെ ആത്മാവിന്റെ ദാഹം ശമിപ്പിക്കുവാൻ കഴിയുന്നത് ഭൗതികമായ സമ്പത്തിനോ പ്രശസ്തിക്കോ അല്ല, മറിച്ച് യേശുവിൽ നിന്ന് ഉള്ള ജീവജലത്തിന് മാത്രമാണ്. ഈ ജീവജലം പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. യേശു മഹത്വപ്പെട്ടതിന് ശേഷം വിശ്വാസികൾക്ക് ലഭിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് സുവിശേഷകൻ തന്നെ പറയുന്നുണ്ട്. ഈ ജീവജലം പരിശുദ്ധാത്മാവാണ് എന്ന് വിശുദ്ധ അഗസ്തീനോസ് വിശുദ്ധീകരിക്കുന്നുണ്ട്. ഇത് ആത്മീയ ദാഹം ശമിപ്പിക്കുകയും വിശ്വാസികളുടെ ഉള്ളിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന ജലധാരയായി മാറുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ദാനമാണ് എന്ന് അദ്ദേഹം കുറിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ദാഹം ശമിക്കുകയും നാം മറ്റുള്ളവർക്ക് ജീവജലത്തിന്റെ ഉറവിടമായി തീരുകയും ചെയ്യും. ക്രിസ്തുവുമായുള്ള ഐക്യം നമ്മുടെ സ്വന്തം ദാഹം ശമിപ്പിക്കുകയും മറ്റുള്ളവർക്ക് ജീവജലത്തിന്റെ ഉറവിടങ്ങളായി നമ്മെ മാറ്റുകയും ചെയ്യുന്നു എന്ന് ഒറിജിൻ പറയുന്നു. പെന്തക്കോസ്ത തിരുനാളിന്റെ പ്രാധാന്യം. യേശു വാഗ്ദാനം ചെയ്ത പിതാവിന്റെ വാഗ്ദാനം പെന്തക്കോസ്തായിൽ പൂർത്തീകരിക്കപ്പെട്ടു. ഭയത്തിൽ മുങ്ങിയെന്ന അപ്പോസ്തലന്മാർ ധൈര്യശാലികളായി. പെന്തക്കോസ്തയോടെ സഭ തന്റെ യഥാർത്ഥ രൂപം പ്രാപിച്ചു. ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം പ്രഘോഷിക്കുക എന്ന ദൗത്യം ആരംഭിച്ചു. വംശഭേദമന്യേ എല്ലാവർക്കും പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടു. ബാബേലിൽ ഭിന്നിക്കപ്പെട്ട മനുഷ്യ സമൂഹം പെന്തക്കോസ്തയിൽ ഒന്നിക്കപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ ഈ തിരുനാളിന്റെ പ്രാധാന്യം. ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ കൂടുതൽ ബോധപൂർവം ഓരോ ബലിയിൽ നിന്നും കുദാശയിൽ നിന്നും ദൃഢീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും കാരുണ്യത്തിന്റെയും സേവനത്തിന്റെയും മാർഗത്തിലൂടെയും മറ്റുള്ളവരുടെ ആത്മീയ ദാഹം ശമിപ്പിക്കുകയും അങ്ങനെ അവരെ തണുപ്പിക്കുന്ന ജീവജലമായി തീരുകയും ചെയ്യാം. ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം സുവിശേഷ പ്രഘോഷണമാണ്. നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിന് സാക്ഷികളായി ഈ സുവിശേഷ പ്രഘോഷണ ദൗത്യം പൂർത്തീകരിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന പെന്തക്കോസ്ത കേവലം ഒരു ചരിത്ര സംഭവം മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിലും തുടരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധാത്മാവ് ഇന്നും നമ്മിൽ വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. യേശുവിന്റെ ക്ഷണം സ്വീകരിക്കാം. ദാഹിച്ചിരിക്കുന്നവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നമ്മുടെ ആത്മീയ ദാഹം അവനിൽ ശമിപ്പിക്കുകയും മറ്റുള്ളവർക്ക് ജീവജലത്തിന്റെ നദികളായി നമുക്ക് മാറുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. സൃഷ്ടാവായ പരിശുദ്ധാത്മാവെ, വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ അങ്ങ് വന്ന് വസിക്കുകയും അവിടുത്തെ സ്നേഹത്തിന്റെ അഗ്നി കൊണ്ട് അവരെ നിറയ്ക്കുകയും ചെയ്യണം.